എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷ വാർത്തയുമായിട്ട് വന്നതാണ്. ആർക്കാണ് സന്തോഷ വാർത്ത എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നത്. എന്താണ് സന്തോഷ വാർത്ത എന്ന് ചോദിച്ചാൽ നാസർ, എന്താണ് സന്തോഷ വാർത്ത? ഈ വരുന്ന ഇലക്ഷനിൽ UDF, LDF, NDA, STP എന്നിവയിൽ നിന്ന് ആര് മട്ടന്നൂർ മത്സരിക്കും എന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാൽ അതിൽ നിന്ന് നറുക്കെടുക്കുന്ന 10 പേർക്ക് ഞങ്ങൾ അടിപൊളി സമ്മാനം കൊടുക്കും. അതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി LDFൻ്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു, UDFൻ്റെ യാത്ര വന്നുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ആരാണ് LDFൻ്റെയും UDFൻ്റെയും NDAയുടെയും STPയുടെയും ഒക്കെ സ്ഥാനാർത്ഥികളായി വരുന്നത് എന്നതാണ് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ രേഖപ്പെടുത്തുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് ഞങ്ങൾ സമ്മാനം നൽകും. 10 പേർക്ക് സമ്മാനം നൽകും. തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമാണ് ആ സമ്മാനം നൽകുക. നാസറിൻ്റെ ഒരു നിരീക്ഷണം വെച്ച് ആരാണ് LDFൻ്റെ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയാവാൻ സാധ്യത? P. പുരുഷോത്തമൻ ആവാനാണ് സാധ്യത. കാരണം നമ്മള് ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ വർക്ക് ചെയ്ത് മട്ടന്നൂരുമായിട്ട് എപ്പോഴും ഒരു മുഖം കാണുന്നത്. UDFന്റെ നമ്മളിപ്പോ ഫർസിൻ മജീദാണ് എൻ്റെ അഭിപ്രായത്തിലുള്ള. കാരണം അത് ഒരു യുവത്താണ്. എപ്പോഴും കമന്റ് നമ്മളിപ്പോ പിന്നെ അടുത്ത NDAന്റെ ഉള്ള ബിജു എളക്കൊയ്യാണ്. പിന്നെ നമ്മൾ സജീർ കിച്ചേരി. ഞാൻ ഇടുന്ന 4 ആളെ പേര് അതാണ് പേര്. ഇത് ഇപ്പൊ നാസർ പറഞ്ഞ പേരുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ആഗ്രഹവും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക നിരീക്ഷണവുമാണ് അദ്ദേഹം പങ്കുവച്ചത്. അപ്പോൾ അതേപോലെ ഇപ്പൊ നാസർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരാണ് വരാൻ സാധ്യത എന്ന് തോന്നുന്നത് അവരുടെ പേരാണ് നിങ്ങൾ കാണുന്നത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നിങ്ങൾ ഏത് മാധ്യമത്തിലൂടെയാണോ ഇത് കാണുന്നത് അതിനകത്താണ് കമൻറ്റ് രേഖപ്പെടുത്തേണ്ടത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്കാണ് ഞങ്ങൾ സമ്മാനം നൽകുക. സാധ്യതയുള്ള ആളുടെ പേര് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ MMDയുടെ ഒരു നിരീക്ഷണ പ്രകാരമുള്ള സാധ്യത എന്ന് പറയുന്നത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപക്ഷെ KK ശൈലജ ടീച്ചർ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. രണ്ടാമതൊരു പേര് എന്ന് പറയുന്നത് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിൻ്റെതാണ്. മൂന്നാമതൊരാൾ എന്ന് പറയുന്നത് MV ജയരാജിൻ്റെതാണ്. നാലാമതൊരാൾ എന്ന് പറയുന്നത് P. പുരുഷോത്തമൻ്റെ പേരാണ്. ഈ 4 ആളുകളുടെ പേരുകളാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ LDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യത കാണുന്നത്. UDFൻ്റെ ഭാഗത്ത് നിന്ന് രാജീവൻ എളയാവൂർ, അതേപോലെ ചന്ദ്രൻ തില്ലങ്കേരി, ഫർസിൻ മജീദ് എന്നീ പേരുകളാണ് നിലവിലുള്ളത്. RSPയുടെ സീറ്റാണ് അവർക്ക് വേണ്ടതെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കാൻ സാധ്യത. അങ്ങനെ വന്നാൽ ഈ 3-ൽ ഒരാളാണ് വരാൻ സാധ്യത. NDAയുടെ സ്ഥാനാർത്ഥിയായി ബിജു എളക്കുഴിയാണ് സാധ്യത എങ്കിൽ കൂടിയും ഒരുപക്ഷെ ബിജു എളക്കുഴിയാണ് സ്ഥിരമായി മത്സരിക്കാറുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ഇത്തവണ ബിജുവിന് പകരം മറ്റൊരാൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. STPയുടെ സ്ഥാനാർത്ഥിയായി സജീർ കീച്ചേരി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതൊക്കെ സാധ്യതകളാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതുവരെ ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതേപോലെ നിങ്ങളുടെ സാധ്യതയും നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ ആഗ്രഹവുമാണ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം നമ്മുടെ മുന്നണികൾ എത്തിയാൽ നിങ്ങൾക്ക് സമ്മാനം തരിക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 10 പേർക്ക് മികച്ച സമ്മാനവുമായി നിങ്ങളിലേക്ക് വരും. അപ്പോൾ ആ സമ്മാനം വാങ്ങാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക. കാരണം അവർക്ക് കിട്ടാത്തത് കൊണ്ട് അവരറിയാതെ പോയി കമൻറ്റ് രേഖപ്പെടുത്താതെ സമ്മാനം നഷ്ടപ്പെടാതിരിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ അതുകൂടി ചെയ്യണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് താൽക്കാലികമായി നമ്മൾ വിട പറയുകയാണ്. വീണ്ടും മറ്റൊരിടത്ത് കാണാം. എല്ലാവർക്കും സ്നേഹം, നന്ദി. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.